ഗവർണർ ബില്ലുകൾ ഒപ്പിടാത്തതിനെതിരായ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ. ഗവർണർ അയച്ച 2 ബില്ലുകൾക്ക് രാഷ്ട്രപതി അനുമതി നിഷേധിച്ചതായി വിവരം ലഭിച്ചെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. അതേസമയം കേസ് മറ്റേതെങ്കിലും ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടാമെന്ന് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങളുമായി സിബി ചേരുന്നുണ്ട്. സിബി, ഇപ്പോൾ 2 ബില്ലുകളാണ് നിഷേധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഗവർണർ ബില്ലുകൾ ഒപ്പിടാത്തതിനെതിരായ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതിൽ നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞതിനെതിരെ കേരളം നൽകിയ ഹർജികളാണ് ഈ സുപ്രീം കോടതി പരിഗണിച്ചത്. ഈ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഈ ഹർജികളിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്ന് കേരളത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കെ വേണുഗോപാൽ ആവശ്യപ്പെടുകയായിരുന്നു. കാരണം ഇത് ഈ കേരള നിയമസഭ പാസാക്കിയ ബില്ലുകളാണ് ഇത്തരത്തിൽ തടഞ്ഞു വെച്ചിരിക്കുന്നത്. മാത്രമല്ല, നിയമസഭ പാസാക്കിയ 2 ബില്ലുകൾ രാഷ്ട്രപതി കഴിഞ്ഞ ദിവസം നിരസിച്ച കാര്യം ഇപ്പോൾ അറിയുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഒന്ന്, ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ നീക്കുന്നതിനുള്ള 2022 സർവകലാശാല നിയമ ഭേദഗതി ബിൽ, 2021 യൂണിവേഴ്സിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണൽ നിയമന ഭേദഗതി ബിൽ. ഈ 2 ബില്ലുകൾ ഈ രാഷ്ട്രപതി അനുമതി നിഷേധിച്ചത് കഴിഞ്ഞ ദിവസമാണ്. അറിഞ്ഞതിൽ നിന്നും കേരളം സുപ്രീം കോടതി അറിയിച്ചു. പിന്നാലെയാണ് ഈ ഒരു ഹർജികൾ അതുകൊണ്ട് തന്നെ അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം കേരളം മുന്നോട്ട് വെച്ചത്. അന്നത്തെ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ടാണ് രാഷ്ട്രപതിയുടെ ഒരു തീരുമാനം ഈ 2 ബില്ലുകൾ ഇത്തരത്തിൽ അനുമതി നിശ്ചയിച്ചത്. എന്തായാലും ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഹർജികൾ അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും തുടർന്ന് സമാനമായ കേസുകൾ പരിഗണിക്കുന്ന മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റാമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത്. ഒരുപക്ഷെ ഈ സമാനമായ ഹർജികൾ പരിഗണിക്കുന്ന ജസ്റ്റിസ് JB പർദേവാലയുടെ ബെഞ്ചിലേക്ക് മാറ്റാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷെ എന്തായാലും അടുത്ത തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. എന്തായാലും ഈ ഒരു മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റുന്ന കാര്യം പരിഗണിക്കാമെന്ന് ഇന്നിപ്പോൾ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അറിയിച്ചിട്ടുണ്ട്. ശരി, സിബിയാണ്